8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിനായി എൻ.ജെ. ചാക്കോ എന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ കൊന്നു കത്തിച്ച കേരളക്കരയെ നടുക്കിയ കൊലപാതകത്തിലെ മുഖ്യപ്രതി സുകുമാരക്കുറുപ്പിൻ്റെ ഒളിവ് ജീവിതത്തിന് 40 വർഷം തികയുകയാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളേറെയുള്ള കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലെ കുപ്രസിദ്ധമായ കേസായി ഇന്നും തുടരുകയാണ് ചാക്കോയുടെ കൊലപാതകം. കുറുപ്പ് ജീവനോടെ ഉണ്ടാകുമോ എന്ന വലിയ ചോദ്യമാണ് ഇന്നും അവശേഷിക്കുന്നത്. വേഷം മാറി മറ്റേതെങ്കിലും രാജ്യത്ത് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്നും മരിച്ചെന്നുമുള്ള കഥകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. 1984 ജനുവരി 21 ചെറിയനാട് പുത്തൻ വീട്ടിൽ സുകുമാരക്കുറുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ക്രൂര കൊലപാതകം. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് പണമായി 8 ലക്ഷം രൂപ തട്ടിയെടുക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് തൻ്റെ ഏകദേശം രൂപമുള്ള ഫിലിം റെപ്രസെൻറ്റേറ്റീവായ എൻ.ജെ. ചാക്കോയെ കൊലപ്പെടുത്തി കാറിനുള്ളിലിട്ട് ചുട്ടുകരിച്ചത്. അന്നൊരു ശനിയാഴ്ച രാത്രി 10:30 ചാക്കോയെ സുകുമാരക്കുറുപ്പ് കൃത്യത്തിനായി കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്. സംഭവം ഇങ്ങനെ: ദേശീയപാതയിലെ കരുവാറ്റ TV ജംഗ്ഷനിൽ ആലപ്പുഴയ്ക്ക് പോകാൻ ബസ് കാത്തിരിക്കുകയായിരുന്ന ചാക്കോയെ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് സുകുമാരക്കുറുപ്പിൻ്റെ കാറിൽ കയറ്റി യാത്രാമധ്യേ കഴുത്തിൽ തുണി മുറുക്കി കൊല്ലുകയായിരുന്നു. പിന്നീട് ഈ മൃതദേഹം സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിലെത്തിച്ച് മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തുകയായിരുന്നു. ആളൊഴിഞ്ഞ വഴിയരികിൽ കാർ ഉൾപ്പെടെ കത്തിച്ചു. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്ത് കുന്നം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം നടക്കുന്നത്. 1984 ജനുവരി 22 പുലർച്ചെ മാവേലിക്കരയ്ക്ക് സമീപം തണ്ണീർമുക്കം വയലിനടുത്ത് ഒരു കാർ കത്തുന്നുണ്ടെന്നും അതിനുള്ളിൽ ഡ്രൈവർ മരിച്ച നിലയിലുണ്ടെന്നും മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ സന്ദേശം എത്തുന്നു. പോലീസ് സംഘം എത്തുമ്പോഴും കാറിലെത്തിയ ആളൊന്നുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് സമീപത്ത് നടത്തിയ പരിശോധനയിൽ നിന്ന് കൊള്ളികൾ നിറച്ച തീപ്പെട്ടിയും റബ്ബർ ഗ്ലൗസും ഒരു ജോഡി ചെരുപ്പും ലഭിച്ചു. വയലിൽ ആരോ ഓടിപ്പോയതുപോലെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. ഗ്ലൗസിൽ നിന്ന് ഒരു മുടിനാരും ലഭിച്ചു. ഭാഗികമായി കത്തിയ നിലയിൽ മൃതദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൻ്റെ സാമ്പിളും പോലീസ് ശേഖരിച്ചു. മരിച്ചത് സുകുമാരക്കുറുപ്പല്ലെന്നും ചാക്കോയാണെന്നും പിന്നീടാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. ഗ്ലൗസിനെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണത്തിലാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ പിടിയിലാകുന്നത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുകുമാരക്കുറുപ്പാണ് സൂത്രധാരൻ എന്ന് കണ്ടെത്തി. എന്നാൽ അന്വേഷണം സുകുമാരക്കുറുപ്പിലേക്ക് എത്തിയപ്പോഴേക്കും കുറുപ്പ് മുങ്ങിയിരുന്നു. ബന്ധുവായ ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ, തൻ്റെ സുഹൃത്തായ ചാവക്കാട് സ്വദേശി ഷാഹു എന്നിവരുമായി ചേർന്നാണ് സുകുമാരക്കുറുപ്പ് കൃത്യം നടപ്പാക്കിയത്. കേസിലെ മറ്റു പ്രതികളെല്ലാം പിടിയിലായിരുന്നെങ്കിലും സുകുമാരക്കുറുപ്പിനെ സംഭവത്തിന് ശേഷം ആരും കണ്ടിട്ടില്ല. സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ വരെ കിട്ടിയെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിയാത്തത് കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ നാണക്കേടായ സംഭവമായി മാറി. പൊന്നപ്പനെയും ഭാസ്കരപിള്ളയെയും കോടതി ജീവപര്യന്തം ശിക്ഷിക്കുകയും സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ സരസമ്മയെയും സഹോദരി തങ്കമണിയെയും തെളിവുകളുടെ അഭാവത്തിൽ കുറ്റമുക്തയാക്കുകയും ചെയ്തു. പിന്നീട് കാർ ഡ്രൈവർ ഷാഹുവിനെ പ്രതിസ്ഥാനത്തു നിന്നും മാറ്റി മാപ്പുസാക്ഷിയാക്കി. ആ കാർ കത്തിയെരിഞ്ഞ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ചാക്കോപ്പാടം എന്ന പേരിലാണ്. സുകുമാരക്കുറുപ്പ് താമസിച്ചിരുന്ന വീട് നഗരസഭയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. ചാക്കോ കൊല്ലപ്പെടുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരുന്ന ഭാര്യ ശാന്തമ്മ പ്രസവിച്ചു. മകൻ ജിതിൻ വിവാഹിതനായി. സർക്കാർ നൽകിയ ജോലിയിൽ നിന്ന് ശാന്തമ്മ റിട്ടയർ ചെയ്തു. എന്നിട്ടും സുകുമാരക്കുറുപ്പ് ഒളിവിൽ തന്നെ. ഇതിനിടെ സുകുമാരക്കുറുപ്പിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി മലയാളത്തിൽ നിന്ന് കുറുപ്പ് എന്ന പേരിൽ ദുൽഖർ സൽമാനെ നായകനാക്കി ഒരു സിനിമയും പുറത്തിറങ്ങി. ഇതോടെ വീണ്ടും സുകുമാരക്കുറുപ്പ് ചർച്ചയായി. കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്നും കണ്ടെന്നുമുള്ള പ്രചരണങ്ങൾ വരെ ഉണ്ടായി. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ലഭിച്ചത്. ഇതിനിടെ ചെന്നൈയിലും ഗുജറാത്തിലും സുകുമാരക്കുറുപ്പ് മോഡൽ കൊലപാതകങ്ങൾ അരങ്ങേറി. അവിടുത്തെ സുകുമാരക്കുറുപ്പുമാർ പിടിയിലായപ്പോഴും കേരളത്തിലെ യഥാർത്ഥ സുകുമാരക്കുറുപ്പ് ഇപ്പോഴും കാണാമറയത്താണ്. ഇപ്പോൾ സുകുമാരക്കുറുപ്പിന് 80 വയസ്സായി കാണും. എങ്ങും എത്താത്ത അന്വേഷണം നിലച്ച രീതിയിൽ തന്നെയാണ്. കാലം കൂടുന്തോറും കുറുപ്പിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള സാങ്കല്പിക ചിത്രവും മാറ്റി വരച്ചുകൊണ്ടിരിക്കുന്നു. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ മാനക്കേട് സമ്മാനിച്ച് കടന്നുകളഞ്ഞ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അയാൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല.